മഴ ശക്തമായതോടെ കൊക്കോ ചെടികളിൽ കുമിൾ രോഗം പടരുന്നു. ന്യായവില ലഭിക്കുമ്പോൾ ഉൽപാദനം കുറഞ്ഞതിന് പിന്നാലെയാണ് കർഷകർക്ക് ഇരുട്ടടിയായി രോഗബാധ. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയാത്തത് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കൊക്കോയ്ക്ക് ന്യായവില ലഭിച്ചതോടെ കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. എന്നാൽ ഈ പ്രതീക്ഷയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഉൽപാദനക്കുറവും രോഗബാധയുമാണ് കർഷകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റത്. ഉണ്ടാകുന്ന കായ്കൾ മൂപ്പത്താതെ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. നന്നായി കായ്ഫലം ഉണ്ടാകുന്ന സമയമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. ഈ സമയത്താണ് വെള്ള നിറത്തിലുള്ള പൂപ്പൽ ബാധിച്ച് കായ്കൾ പഴുത്തുണങ്ങിയും മൂത്ത കായ്കളുടെ തൊണ്ടു പഴുത്തും ചീഞ്ഞും നശിക്കുന്നത്. പിങ്ക് രോഗവും വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. പിങ്ക് നിറത്തിൽ തടികളിൽ പാടുകൾ ഉണ്ടാവുകയും പിന്നീട് ഈ ഭാഗത്തെ തൊലി അഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. തടിയുടെ ഉള്ളിലേക്കും രോഗം പടരുന്നതിനാൽ ചെടികൾ നശിക്കാനും ഇടയാക്കുന്നു. കൃഷിക്ക് ന്യായമായ വില ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അഴികൾ രോഗത്താൽ കർഷകർ വീഴ്പോടുന്ന സാഹചര്യമാണുള്ളത്. 1 കിലോഗ്രാം കൊക്കോ ഉണക്കപ്പരിപ്പിന് 700 രൂപ വരെ വന്നും ഇപ്പോൾ 500 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. പരിപ്പിന് 100-150 രൂപ വില വന്ന സാഹചര്യത്തിൽ, എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയതിൻ്റെ 5-1 പോലും ഉൽപ്പാദനമില്ലാത്ത രീതിയിലേക്ക് അഴികൾ രോഗം ഇതിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ അവശേഷിക്കുന്ന നാമമാത്ര കർഷകർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം വില വന്നെങ്കിൽ ഇപ്പോൾ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കർഷകരെ പിടിച്ചു നിൽക്കാൻ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. തുടർച്ചയായി മഴ പെയ്തതോടെ കൊക്കോ ചെടികളിൽ കുമിൾ രോഗം പടരുന്നതിനാൽ കർഷകർക്ക് രോഗത്തെ പ്രതിരോധിക്കാനാവുന്നില്ല. കൃഷി വിദഗ്ധർ നൽകുന്ന കീടനാശിനികളൊന്നും ഫലപ്രദമല്ല. ഇതോടെ കൊക്കോ കർഷകരുടെയും പ്രതീക്ഷകൾ നശിച്ചിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.